കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $2,716 പരിധിയിലായിരുന്നു സ്വർണ്ണവില. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $2,650 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ISM മാനുഫാക്ചറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ സ്പെൻഡിംഗ്, ചൊവ്വാഴ്ച ജോബ് ഓപ്പണിംഗ്സ്, ബുധനാഴ്ച ADP എംപ്ലോയ്മെന്റ്, US സർവീസസ് PMI ആൻഡ് ഫാക്ടറി ഓർഡേഴ്സ്, വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, വെള്ളിയാഴ്ച US എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ആൻഡ് കൺസ്യൂമർ സെന്റിമെന്റ് എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത്. ഇതിൽ വെള്ളിയാഴ്ച വരുന്ന US തൊഴിൽ ഡാറ്റ വിപണിക്ക് പ്രധാനമാണ്. ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് 58,400 രൂപയായിരുന്നു. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 1/12/2024 പവന് 57,200, ഗ്രാമിന് 7,150. ഭിന്നിച്ചു നിൽക്കുന്ന KGSDA, സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് 57,120, ഗ്രാമിന് 7,140. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 43% വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും 48% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 7%, 31% സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. 50%, 21% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ ഭൂരിപക്ഷം ന്യൂട്രലായി തുടരുമ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അനലിസ്റ്റ് റിപ്പോർട്ടുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ ഇടിഞ്ഞ വിപണി ഈ വരും ആഴ്ചയിൽ ഇസ്രായേൽ, ഇറാൻ, റഷ്യ, യുക്രൈൻ മേഖലകളിലെ സംഘർഷം അയവ് വരാത്ത സാഹചര്യത്തിൽ ഉയർച്ചാ സാധ്യതയോടെ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ യുദ്ധവ്യാപനമോ മറ്റു കാരണങ്ങളോ ഉണ്ടായില്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്ന ജനുവരി മധ്യത്തിൽ സ്വർണ്ണ വിപണി താഴേക്കിറങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് താഴേക്കിറങ്ങുമെങ്കിലും പിന്നീട് തിരിച്ചു കയറും എന്നുമാണ് നിഗമനം. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.